വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റ് വാസ് CISD ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആണ്. നമ്മുടെ ടോപ്പ് ഡൗൺ സെഷനിൽ നമ്മൾ ഒരുപാട് ആവർത്തിക്കുന്ന ഒരു ടേം തന്നെയാണ് ഈ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്ട്രക്ചർ ഷിഫ്റ്റിൽ നിന്ന് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, ഇവ തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്തെല്ലാം എന്നതാണ് നമ്മളുടെ സെഷൻ്റെ കോർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സെഷൻ്റെ കോർ കോണ്ടന്റ്സ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ആദ്യം തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണ്, അതുപോലെ ബുള്ളി സ്ട്രക്ചർ ഷിഫ്റ്റ്, ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണ്, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ബൈ സൈഡ് സെൽ സൈഡ് ഡെലിവറി, അതുപോലെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിലൂടെ ഒരു കമ്പയർഡ് കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടൈമായി തോന്നുമെങ്കിൽ പോലും ഇതിൻ്റെ ടെർമിനോളജീസ് എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെഷനും വളരെ ചെറുതായിരിക്കും, പഠിച്ച കാര്യം തന്നെയായിരിക്കും ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി മുന്നോട്ടേക്കുള്ള ആ ഒഴുക്കിന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എ സ്ട്രക്ചർ ഷിഫ്റ്റ് ഹാപ്പൻസ് വെൻ ദ മാർക്കറ്റ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ബൈ ബ്രേക്കിംഗ് എ കീ ലെവൽ. മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ബുള്ളിഷും ഉണ്ട്, ബെയറിഷും ഉണ്ട്. ഓക്കെ, ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ മാർക്കറ്റ് ബ്രേക്സ് എ കീ ലെവൽ. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഫോമിങ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. അതായത് പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് താഴേക്ക് വന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു സെൽ സൈഡ് ഒരു ബൈ സൈഡ് കർവായി, അതായത് ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റായി നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ബുള്ളിഷ് സംഭവിച്ചു എന്ന് പറയുക. ഓക്കെ, അതുപോലെ എന്താണ് ഒരു ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് വെൻ ദ മാർക്കറ്റ് ബ്രേക്സ് എ കീ ലെവൽ ഫോമിങ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഓക്കെ, അതും എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കീ ലെവൽ ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഹയർ ഹൈസ് ഹയർ ലോ എന്ന് പോയിരുന്ന ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ച് ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള രീതിയിൽ താഴേക്കായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് സിഗ്നൽസ് എ ട്രെൻഡ് റിവേഴ്സൽ ആൻഡ് ഹെൽപ്പ് ട്രേഡേഴ്സ് എൻ്റർ വിത്ത് ദ ന്യൂ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിന് പോസ് ചെയ്ത് പുതിയൊരു ട്രെൻഡിൻ്റെ ക്രിയേഷനാണ് അവിടെ നടന്നതെന്ന് വേണം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഫോർമേഷൻ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് എന്താണ്, അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഫോർമേഷനായിട്ട് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്താണെന്നും സ്ട്രക്ചർ ബ്രേക്സ് എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെയാണ്. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലല്ല 3 തരത്തിലുണ്ട്. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ. നമ്മളിവിടെ ഡീറ്റെയിലി ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറും ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്? ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ there is a high, there is a low, there is a lower high, there is a lower low, there is a lower high, there is a lower low, there is a lower high. ഓക്കെ, എപ്പോഴും ഹൈസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്താണ്? ലോവർ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഇക്വേഷൻ പോകുന്നത് തന്നെ ഹൈ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, കാരണം എന്താണ്? പ്രൈസ് താഴേക്കാണ്. ഓക്കെ, ഓരോ ഹൈസും ലോസും എല്ലാം എന്താണ്? പ്രീവിയസ് ഹൈസും ലോസിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താഴെയായിരിക്കും ക്ലോസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും എന്ത് ഫോർമേഷനിലായിരിക്കും? ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ ആയിരിക്കും. അതുപോലെ എന്താണ്? ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ
ഹൈ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഹൈസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ലോസ് എപ്പോഴും എന്തായിരിക്കും, വീക്ക് ആയിരിക്കും. ഓക്കെ, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഹൈസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ലോസ് എപ്പോഴും വീക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് എങ്ങനെ പ്രൈസ് എപ്പോഴും ആ ലോസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓരോ സ്ട്രക്ചർ ബ്രേക്സ് ചെയ്തും കൊണ്ട് പ്രൈസ് താഴേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഒന്നുകൂടി നമ്മളൊന്ന് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിനൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് എ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വെൻ ദ മാർക്കറ്റ് ഫോംസ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് വെൻ ദ മാർക്കറ്റ് ഫോംസ് lower highs and lower low. It indicates a low downtrend when price consistently moving lower after breaking a key level. ഇവിടെ ഈ കീ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഓരോ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടല്ലോ, ഇതാണ് കീ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കണമെങ്കിൽ ഏത് കീ ലെവൽ ആയിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്? ഈ ഓരോ ലോവർ ലോസ് കണ്ടോ നിങ്ങൾ, ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പ്രൈസിന് എപ്പോഴും ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത്. സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ആലോചിച്ച് നോക്കുക. സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു മാർക്കറ്റ് സ്ട്രക്ചർ, അതായത് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും ഹൈസ് ആയിരിക്കും സ്ട്രോങ്. ഈ ഹൈസ് ആയിരിക്കും എപ്പോഴും സ്ട്രോങ്. ഈ ഹൈസിന് എപ്പം പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴായിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്, സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. നോക്കൂ നിങ്ങൾ, ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, അഗൈൻ ഹയർ ഹൈ. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ പ്രീവിയസ് ഹൈസ് ആൻഡ് ലോസിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹൈസും ലോസും ഹൈയിലാണ് വരുന്നത്. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ഹൈസ് ആൻഡ് ലോസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഹൈ ലോ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, എപ്പോഴും ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലോസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ഹൈസ് എപ്പോഴും വീക്ക് ആയിരിക്കും. ഓക്കെ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും ഹൈ എപ്പോഴും എന്തായിരിക്കും, ഒരു വീക്ക് ആയിരിക്കും, ലോസ് എപ്പോഴും എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഇവിടെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞത് എന്താണ്, ഇവിടെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞത് ഓരോ ലോസും ആണ്. ഈ ലോയിന് എപ്പോഴാണോ പ്രൈസ് കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടത്തുന്നത് അപ്പോഴായിരിക്കും ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ബെയറിഷ് സ്ട്രക്ചർ ആയെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, എ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് വെൻ ദ പ്രൈസ് വെൻ ദ മാർക്കറ്റ് ഫോംസ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ അപ് ട്രെൻഡ് വെൻ പ്രൈസ് ഈസ് കൺസിസ്റ്റന്റ്ലി മൂവിങ് ഹയർ ആഫ്റ്റർ ബ്രേക്കിംഗ് എ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും, നമ്മളിവിടെ വീക്ക് ആണെന്ന് പറഞ്ഞ ഓരോ ഹൈസ് ഉണ്ടല്ലോ, ഈ ഓരോ ഹൈസിനെ പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഹൈസ് ആണ് ഇവിടെ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് നടത്താൻ കാരണമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ബ്രേക്സ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രൈസ് ഹയർ ഹൈ ലോ, ഹൈ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കൂടി കിട്ടുന്ന എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, എപ്പോഴും പ്രൈസ് എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ സ്ട്രക്ചർ ബ്രേക്കിന് കുറച്ചുകൂടി വാലിഡിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് ആണോ എന്ന് വെച്ചാൽ ആക്ച്വലി സ്ട്രക്ചർ ബ്രേക്ക് ആണ്, പക്ഷേ ഇവിടെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. ഓക്കെ, ഇത് ഹയർ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഓക്കെ, കാരണം ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി സ്ട്രക്ചർ ബ്രേക്സ് എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെന്തായിരിക്കും, ഇൻ കേസ് ചിലപ്പോൾ എന്തായിരിക്കും, ഇതൊരു IDX ആയിരിക്കും, ഒരു ഇൻഡ്യൂസിമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും, പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡ് രീതിയിൽ ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷൻ ആയിരിക്കും. അതുപോലെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും, ഹയർ ഹൈസ് ഹയർ ലോ, ഹയർ ഹൈസ് ഹയർ ലോ എന്നുള്ള ഫോർമേഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിന് മുമ്പേ നമ്മൾ എന്താണ് ജസ്റ്റ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, സ്ട്രക്ചർ ബ്രേക്സ് പറഞ്ഞു, ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്ന കീ ലെവൽസ് എന്താണെന്നെല്ലാം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മനസ്സിലാക്കി
പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്സിന് ശേഷം നമ്മൾ ഇനി മാർക്കറ്റ് സ്ട്രക്ചറിൽ സ്ട്രക്ചർ ഷിഫ്റ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ബെയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റിൽ പറയുന്നതിന് മുന്നേ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മാർക്കറ്റ് സ്ട്രക്ചറിന് നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ, എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇത് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇതിൽ ഹൈ ലോയുടെ ഫോർമേഷൻ എങ്ങനെയാണ്? ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, ഈ രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്? ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും എന്തായിരിക്കും? ഹൈസ് എപ്പോഴും വീക്ക് ആയിരിക്കും, ലോസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത് എപ്പോഴും വീക്ക് ആയിട്ടുള്ള ഓരോ ഹൈസിനെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ്. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഏത് കീ ലെവലാണ് സ്ട്രോങ് എന്ന് പറയുന്നത്? സ്വിംഗ് ലോസ് ആണ്. ഓക്കെ, ഓരോ ലോസ് ആണ് സ്ട്രോങ് എന്ന് പറയുന്നത്. ഈ ലോസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ രണ്ട് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും വന്നിട്ടുണ്ട്. ഈ മുകളിൽ വന്നിട്ടുള്ളത് നമ്മൾ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റും ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റും സെയിം തന്നെയാണ്. അത് ടെമ്പററി ആയിരിക്കും. ഓക്കെ, താഴെയുള്ളത് എന്താണ്? മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഈ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണ്? ഈ ഓരോ സ്വിംഗ് ഹൈസിലും എന്താണ്? ഈ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. അതായത് ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് മേജറായിട്ട് എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഈ സ്ട്രക്ചർ ബ്രേക്ക് കുറച്ചുകൂടി വാലിഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? താഴെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പും സ്ട്രക്ചർ ബ്രേക്കും കിട്ടിയ സമയത്ത് നമുക്കത് മനസ്സിലായി, ദർ ഇസ് എ സ്വിംഗ് ലോ ഫോർമേഷൻ ഇവിടെ വാലിഡ് ആയിട്ട് കിട്ടി. കാരണം എന്താണ്? മാർക്കറ്റ് ഡിസ്പ്ലേസ്മെന്റ് ത്രൂ എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഈ ഒരു മൂവിനെ നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പൾസീവ് മൂവ് നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് ആണ്. അപ്പോൾ ഒരു വേവ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇമ്പൾസീവ് മൂവ് സ്ട്രക്ചർ ബ്രേക്ക് വഴി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും? പ്രൈസ് ഒരു കറക്റ്റീവ് മൂവ് താഴേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് പ്രൈസ് താഴേക്ക് കറക്റ്റീവ് മൂവ് വരേണ്ടത്? ഈ സ്ട്രക്ചർ ബ്രേക്സിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ ചിലപ്പോൾ എന്തായിരിക്കും? ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, ഇതുപോലെ പല ലിക്വിഡിറ്റി മാട്രിക്സും ഉണ്ടാവാം, PDRA മാട്രിക്സും ഉണ്ടാവാം. ഓക്കെ, അത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വിംഗ് ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്വിംഗ് ഹൈ കിട്ടും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു 1 അവറിലെ പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ ഇത് തന്നെ 5 മിനിറ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷനിൽ എന്തായിരിക്കും? ഇതുപോലെ എന്തായിരിക്കും? ഒരു ഇന്റേണലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഏരിയയിലെല്ലാം ആക്ച്വലി എന്തായിട്ടുണ്ടാവാം? സംഭവിച്ചിട്ടുണ്ടാവണം. ബിക്കോസ് ഓഫ് കാരണം എന്താണ്? ഒരു ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കറക്റ്റീവ് മൂവ് പ്രൈസ് താഴേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞ് കറക്റ്റീവ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ്? ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ആണ്. ഓക്കെ, അതുപോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലോസ് എപ്പോഴും വീക്ക് ആയിരിക്കും. അതുകൊണ്ട് ആ ഓരോ ലോസിനെയും പ്രൈസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ഹൈസ് എപ്പോഴും എന്തായിരിക്കും? പ്രൊട്ടക്ട് ആയിരിക്കും, അതുപോലെ സ്ട്രോങ് ആയിരിക്കും. ഈ സ്ട്രോങ് ആയിട്ടുള്ള കീ ലെവലായിട്ടുള്ള ഹൈനെ എപ്പം ബ്രേക്ക് ചെയ്യുന്നു? അപ്പോഴായിരിക്കും ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? രണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റുകൾ വന്നിട്ടുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് വന്നിട്ടുണ്ട്. താഴെ വന്നതിനെ നമ്മൾ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റും മുകളിൽ വന്നതിനെ മേജർ സ്ട്രക്ചർ ഷിഫ്റ്റും എന്ന് പറയുന്നു. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഇപ്പം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടി. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഇതെന്താണ്? ഒരു ഇമ്പൾസീവ് മൂവ് ആണ്. ഇമ്പൾസീവ് മൂവിന് ശേഷം എന്താണ്? ഒരു കറക്റ്റീവ് മൂവ് വരണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു 4 അവർ ആണ് നിങ്ങൾക്ക് ഒരു പ്രൈസ് ആക്ഷൻ ഈ രീതിയിൽ കാണുന്നതെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് എന്താണ്? ഒരു 15 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലോ ആയിട്ട് നമുക്ക് എന്താണ്? ഒരു ഇന്റേണലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഫോർമേഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ, അപ്പം മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റുകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അതെന്താണ്? അത് ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം ഒരു കറക്റ്റീവ് മൂവിലേക്ക് ഡൈവേർട്ട് ആവുന്ന സമയത്ത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ മൈനർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഓക്കെ, ഇവിടെ ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്ക് മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ കാണാം. ഈ ഓരോ ലോസിലും നമുക്ക് എന്താണ്, ഈ ഓരോ ലോസിലും നമുക്ക് മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്? മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ്സ് തന്നെയാണ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കും. അങ്ങനെ നമ്മൾ ഇനി ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് എപ്പോഴും സംഭവിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ബെയറിഷ് മാർക്കറ്റ്. ഓക്കെ, ഒരു ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം നമ്മൾ പറഞ്ഞു ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ എന്ന് പറയുന്നത് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ആണ്. ആ ഹൈനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഡൈവേർട്ട് കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്താണ്? സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഹൈസ് ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്. അതുപോലെ എന്താണ്? ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഹൈസ് എപ്പോഴും എന്തായിരിക്കും? ഹൈസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ലോസ് എപ്പോഴും വീക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലോസിന് എപ്പോഴും പ്രൈസ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നത്. വെനെവർ എപ്പോഴാണോ സ്ട്രക്ചർ ആ ഒരു സ്ട്രോങ് ആണെന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ഹൈസിനെ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് എന്താണ്? ഇതൊരു മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഓക്കെ, മൈനർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ഏതൊക്കെ രീതിയിൽ കാണാം എന്നാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയയിലായിരിക്കും കാണാമെന്ന് പറയുന്നത്? ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴും അതിൻ്റെ ആ ഒരു മേജർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും. ബിക്കോസ് ഓഫ് കാരണം എന്ന് പറയുന്നത് ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഹൈസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ലോസ് എപ്പോഴും വീക്ക് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ഹൈന് എപ്പോഴാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത്? ആ ഏരിയയിലായിരിക്കും മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഏതെല്ലാം ഏരിയയിലാണ്? മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഏരിയയിൽ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാകും, ഈ ഏരിയയിൽ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും, ഈ ഏരിയയിൽ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും, ഈ ഒരു ഏരിയയിൽ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും, ഈ ഒരു ഏരിയയിൽ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് എന്താ കാരണം? പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രൈസ് വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഈ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ലോവർ ടൈം ഫ്രെയിമിൽ ഒരു കറക്റ്റീവ് മൂവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ആ ഒരു ലോയുടെ താഴെ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു മൈനർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിലും പറഞ്ഞതുപോലെ ആദ്യം തന്നെ എന്തായിരിക്കും? ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ്. ഓക്കെ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, അതിനുശേഷം എന്ത് ചെയ്യും? അത് കൺവേർട്ടഡ് ഇൻ ടു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഹൈ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഇവിടെ എപ്പോഴും എങ്ങനെയാണ്? ഹൈസ് എപ്പോഴും വീക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഓരോ ഹൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഓരോ പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോസ് എപ്പോഴും എന്തായിരിക്കും? ലോസ് എപ്പോഴും സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, ലോസ് എപ്പോഴും എന്താണ്? ലോസ് എപ്പോഴും സ്ട്രോങ്ങർ ആയിരിക്കും. ഈ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലോസിന് എപ്പോഴും പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി എന്താണ്? ഒരു ബെയറിഷ് മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ബെയറിഷ് ആയിട്ടുള്ള മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം നമുക്ക് എന്താണ്? ഈ ഓരോ സ്വിംഗ് ഹൈസിലും കിട്ടും. ഈ ഓരോ സ്വിംഗ് ഹൈസിലും നമുക്ക് മൈനർ ആയിട്ടുള്ള ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. ഓക്കെ, അതെപ്പോഴും എന്തായിരിക്കും? ടെമ്പററി ആയിരിക്കും. ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം ആ ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസീവ് വേവ് ഒരു കറക്റ്റീവ് വേവിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം? ഒരു മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റിനും സ്ട്രക്ചർ ബ്രേക്കിനും അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്കിനും സ്ട്രക്ചർ ഷിഫ്റ്റിനും ശേഷം നമ്മൾ ഇനി ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പേര് കേൾക്കുമ്പോൾ കുറച്ച് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടേം കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ടെർമിനോളജി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്.
ഇതാണോ ഇത്രയും ബിൽഡപ്പിൽ പറഞ്ഞ സാധനം എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ഈസ് എ റിവേഴ്സൽ പാറ്റേൺ ഇൻ ടെക്നിക്കൽ അനാലിസിസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ സഡൻ ഷിഫ്റ്റ് ഇൻ ദ പ്രൈസ് മൊമെന്റം സിഗ്നലിംഗ് എ പൊട്ടൻഷ്യൽ ചേഞ്ച് ഇൻ ദ ട്രെൻഡ് ഡയറക്ഷൻ. നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നത് പിക്ചറൈസ് ചെയ്തിട്ടാണ്. അതിന് മുന്നേ എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി പാറ്റേൺ കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്താണ്, സഡൻ മൊമെന്റം ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് സഡൻ മൊമെന്റം ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം. ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ. ഓക്കെ, നമ്മളെന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ ഡെഫിനിഷനിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കെന്താണ് വരച്ച് കാണിക്കുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിന് മുന്നേ എന്താ ചെയ്യുക, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി പാറ്റേൺ. ആദ്യം എന്ത് ചെയ്യണം, സഡൻ മൊമെന്റം ഷിഫ്റ്റ്. ഈ സഡൻ മൊമെന്റം ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും, പെട്ടെന്ന് തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ലിക്വിഡിറ്റി സ്വീപ്പ് ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുമ്പോൾ എൻഗുൾഫിങ് ക്യാൻഡിലോട് കൂടിയിട്ടുള്ള സഡൻ മൂവ്, അതുപോലെ വോളിയത്തിലും ഇൻക്രീസ് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് സഡൻ മൊമെന്റം ഷിഫ്റ്റ്. അതുപോലെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ. ഞാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം, അതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം, ലിക്വിഡിറ്റി പൂൾസ് ആയിരിക്കാം, അത് ചിലപ്പോൾ എന്തായിരിക്കും ഒരു ഹയർ ടൈം ഫ്രെയിം FEG ആയിരിക്കാം, ഒരു ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം, എന്നാ പറയുക എന്തും ആയിരിക്കാം. ഓക്കെ, അതുപോലത്തെ എന്താണ് ഇൻക്രീസ്ഡ് വോളിയം ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ. ഓക്കെ, ഒരു 4 സിമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇനി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് തന്നെ എന്താണ് ആ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി പാറ്റേൺ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആദ്യം തന്നെ എന്താണ് ബുള്ളിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബെയറിഷ് മൊമെൻറ്റം, അതായത് ബെയറിഷ് മൊമെൻറ്റം എന്ന് പറയുന്നത് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ഹൈ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള രീതിയിൽ തന്നെ പ്രൈസ് താഴേക്ക് വരികയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് മുകളിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റോട് കൂടിയിട്ട് പ്രൈസ് ക്ലോസ് തന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഈ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺ രീതിയിൽ FEG ആയിരിക്കാം, ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കാം, ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം, വെനവർ എന്ത് PDRയും ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, പൂൾസ് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഒരു ഷിഫ്റ്റ് തരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ നിങ്ങൾ, ഇവിടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ള ആ സെൽ സൈഡ് ഡെലിവറി കണ്ടല്ലോ, ഈ ഏരിയ കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ആക്ച്വലി എന്താണ് സെൽ സൈഡ് ഡെലിവറി. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് സെൽ സൈഡ് ഡെലിവറിയാണ്. ഈ സെൽ സൈഡ് ഡെലിവറിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സെൽ സൈഡ് ഡെലിവറിയാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ മിറ്റിഗേറ്റ് ചെയ്തത്. മനസ്സിലായല്ലോ, ഈ ലിക്വിഡിറ്റി പൂൾ മിറ്റിഗേറ്റ് ചെയ്തത് ഈ സെൽ സൈഡ് ഡെലിവറിയാണ്. ഓക്കെ, ഈ സെൽ സൈഡ് ഡെലിവറിയാണ് ഈ ലിക്വിഡിറ്റി പൂള് മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രൈസ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ടു പ്രൈസ് മുകളിലേക്കായിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് പറയാനുള്ള കാരണം എന്താണ്, നമ്മളുടെ ഈ ഒരു ബുള്ളിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ പ്രൈസിനെയാണ്, അല്ലെങ്കിൽ ഓപ്പണിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പം വരുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ശരിക്കും സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയല്ലേ? ഈ ഒരു സെനാരിയോയിൽ നോക്കുമ്പോൾ അതെ. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ എന്താണ്, പ്രൈസ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ഹൈ വെച്ചു, ഇതാണ് മേജർ ഹൈ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു ഇന്റേണൽ പുൾ ബാക്ക് ആണെന്ന് മാത്രം വിചാരിക്കുക. പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് അവിടുന്ന് പ്രൈസ് മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് തരും എന്ന് പറയും. കാരണം എന്താ, നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ഷിഫ്റ്റ് മേജർലി തരണമെങ്കിൽ എന്താണ്, ഇവിടെ മേജർ ആയിട്ടുള്ള ഹൈ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രൈസ് ബ്രേക്ക് ചെയ്യേണ്ടത്. അവിടെ ആയിരിക്കണം സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ബയേഴ്സിന്റെ ഡൊമിനൻസി പോയി എന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ സെൽ സൈഡ് ഡെലിവറി എന്നാണ്, ഇവിടെ നമ്മളുടെ സെൽ സൈഡ് ഡെലിവറി വന്നിട്ടുള്ളത് ഏതാണ്, ഇവിടെ നമ്മളുടെ സെൽ സൈഡ് ഡെലിവറി വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ്.
ഇതാണോ ഏരിയ? അല്ല. ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സെൽ സൈഡ് ഡെലിവറി. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സെൽ സൈഡ് ഡെലിവറിയാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, അതായത് ബുള്ളിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ. ഓക്കെ, സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുന്നേ ഉള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ രണ്ട് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഒന്നുകൂടി ഞാൻ പറയാണ്. ഹൈ, ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ദെൻ ലോവർ ലോ. അതുപോലെ തന്നെ എന്തായിരിക്കും, ലോസ് എപ്പോഴും എന്തായിരിക്കും മാർക്കറ്റിൽ വീക്ക് ആയിരിക്കും. ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലോസ് എപ്പോഴും വീക്ക് ആയിരിക്കും, ഹൈസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ ഇതെന്താണ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. ഈ രീതിയിലായിരിക്കുമല്ലോ പ്രൈസ് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെയുമായിട്ട് എന്താണ് രണ്ട് സ്ട്രക്ചർ ബ്രേക്സ് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. മുകളിലുള്ള എന്താണ്, അത് മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, എപ്പോഴും മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. മേജോ സ്ട്രക്ചർ ഷിഫ്റ്റ് എപ്പോഴും നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു ഹൈസ് ഉണ്ടല്ലോ, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോഴെന്താണ് സെല്ലേഴ്സ് ഡൊമിനൻസി ബയ്യേഴ്സിലേക്ക് കൺവേർട്ട് ആകുന്നു. അതുപോലെ മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് എപ്പോഴും നമുക്ക് എന്താണ്, ഈ ഓരോ സ്വിംഗ് ലോസിലായിട്ട് നമുക്ക് കാണാം. ബിക്കോസ് ഓഫ് എന്താണ്, ആ ഇമ്പൾസീവ് മൂവ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കറക്റ്റീവ് മൂവ് ആവുന്ന ഏരിയയിലെല്ലാം ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആക്ച്വലി ഇവിടെ വരുന്നത് എവിടെയാണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയ നോക്കൂ, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്ത സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത് ഇതാണ്, അല്ലാതെ ഇതല്ല നമ്മളുടെ സെൽ സൈഡ് ഡെലിവറി. നമ്മളുടെ ആ ഒരു ലോ നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മളുടെ സെൽ സൈഡ് ഡെലിവറി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ. അതായത് ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വോൾ ലെവലാണെങ്കിൽ ഇവിടെ വിക്കായിരിക്കും, ഇതായിരിക്കും ഓപ്പൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഓപ്പണിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പിക്ചറിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിന് മുന്നേ എന്ത് ചെയ്യണം, നിങ്ങൾ ബുള്ളിഷ് ആയിട്ടുള്ള POI, അതായത് ബുള്ളിഷ് AMD അല്ലെങ്കിൽ ബുള്ളിഷ് POI മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് എ അക്യുമുലേഷൻ റൈറ്റ് ഹിയർ. അക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ പ്രൈസ് എന്ത് ചെയ്തു, ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തു, ആ കൺസോൾട്ടേറ്റഡ് ചെയ്തിട്ടുള്ള ആ ഒരു അക്യുമുലേഷൻ ഏരിയയുടെ ലോ ടേക്ക് ഔട്ട് ചെയ്ത് അവിടെ ഒരു മാനിപ്പുലേഷൻ ലെഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് മുകളിലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബുള്ളിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, ബുള്ളിഷ് AMD അല്ലെങ്കിൽ ബുള്ളിഷ് POI പവർ ഓഫ് 3 ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സെനാരിയോയിൽ എങ്ങനെയാണ്, ബുള്ളിഷ് സെനാരിയോയിൽ ആ സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത് ഈ ഒരു സെൽ സൈഡ് ഡെലിവറി, അതായത് നമ്മളുടെ മാനിപ്പുലേറ്റീവ് ലെഗ്. ഈ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയാൻ കാരണം എന്താണ്, അക്യുമുലേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു സെൽ സൈഡ് ഡെലിവറി അല്ലെങ്കിൽ ഇതിനെ മാനിപ്പുലേറ്റീവ് ലെഗ്. ഇതെന്താണ്, ഇത് ആക്ച്വലി ഒരു സെൽ സൈഡ് ഡെലിവറിയാണ്. ഇത് മാനിപ്പുലേറ്റീവ് ലെഗ് ആവുന്നത് എപ്പോഴെങ്ങനെയാണ്, ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് സഡൻ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞല്ലോ, അതെല്ലാം കൂടി വരുന്ന സമയത്തായിരിക്കും നമുക്കിതൊരു മാനിപ്പുലേറ്റീവ് ലെഗ് ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ബുള്ളിഷ് സെനാരിയോയിൽ സെൽ സൈഡ് ഡെലിവറി, അതായത് മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ ഓപ്പൺ റേഞ്ചിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇൻ ബുള്ളിഷ് സെനാരിയോയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെന്തെല്ലാം ആവാം, ചിലപ്പോൾ ആ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കിലാവാം, അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്തായിരിക്കും, അത് ഒരു FEG ആയിട്ടോ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ടോ ഓവർലാപ്പ് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആകാത്ത ആളുകൾക്ക് ഈ ഒരു എക്സാമ്പിളിൽ കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്കായിട്ട് നമ്മൾ എന്താ ചെയ്തോ, ഒരു ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സ്ട്രക്ചർ ബ്രേക്ക് പ്രൈസ് എന്ത് ചെയ്തു, ഒരു ഇമ്പോർട്ടൻറ്റ് ഹയർ ടൈം ഫ്രെയിം കീ ലെവല് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, there is ഒരു
എന്താണ് ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, അതുപോലെ തന്നെ എന്താണ് ഒരു മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഇവിടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആക്ച്വലി നോക്കൂ നിങ്ങൾ, ഈ ഒരു ഏരിയയിലാണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടിയിട്ടുള്ളത്. അതായത് ഇതാണ് നമുക്ക് എന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് കിട്ടിയില്ലത്. ബിക്കോസ് ഓഫ് അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ലെവൽ, ഈ ഹയർ ടൈം ഫ്രെയിം കീ ലെവല് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഈ സെൽ സൈഡ് ഡെലിവറി പ്രോഗ്രാം വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം അത് മാർക്ക് ചെയ്യണമല്ലോ. യെസ്, അതിൻ്റെ ഓപ്പൺ റേഞ്ച് ആണ് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയ. പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ആ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിയത് പ്രകാരം എന്താണ്, പ്രൈസ് മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നതിൻ്റെ മുന്നേ നമുക്ക് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താണ്, ആ ഒരു സിഗ്നൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബുള്ളിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾ കാണുന്നത്, എന്താണ് ഇവിടെ നമുക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള രീതിയിലായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈസ് സ്ട്രക്ചർ ബ്രേക്സോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ തന്നെ എന്താണ് ദർ ഇസ് എ സ്ട്രക്ചർ ബ്രേക്ക് എന്നുള്ള രീതിയിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. എന്താണ് ആ സ്ട്രക്ചർ ബ്രേക്കിനായിട്ട് തന്നെ എന്താണ്, ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള രീതിയിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, മെയിൻലി നമുക്കിവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് നമ്മൾ പറഞ്ഞ പോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്, ഹൈസ് എപ്പോഴും സ്ട്രോങ്ങും ലോസ് എപ്പോഴും വീക്കായിരിക്കും. ആ ലോസിനെല്ലാം പ്രൈസ് എന്ത് ചെയ്യുന്നു, ഓരോ ലോസിനെയും പ്രൈസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് ന്യൂ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് പറഞ്ഞതുപോലെ മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ നോക്കൂ നിങ്ങൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയെ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പ്രൈസ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഇതെന്താണ്, ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ റേഞ്ച് തന്നെയാണ് ഇത്. നമുക്ക് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ റേഞ്ച് തന്നെയാണ് റൈറ്റ് ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അക്യുമുലേഷൻ റേഞ്ച് തന്നെയാണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, പ്രൈസ് എന്ത് ചെയ്തു, അക്യുമുലേഷൻ റേഞ്ചിൻ്റെ ലോ കൂടി ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, ഓക്കെ, അഗ്രസീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വിത്ത് വോളിയം കൺഫോർമേഷൻ രീതിയിൽ പോയിട്ടുണ്ട്. നമുക്കിവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ്, റൈറ്റ് ഹിയർ. ഇതാണ് നമ്മളുടെ എന്താണ് മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് റൈറ്റ് ഹിയർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ, ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് നമ്മളുടെ ആ സെൽ സൈഡ് ഡെലിവറി, സെല്ലിംഗ് ക്യാൻഡിൽസ് റൈറ്റ് ഹിയർ. ഇതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ ആ ഒരു സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് നമ്മളുടെ ആ ഒരു സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഇതിൽ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ, അതായത് സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇതല്ലേ ഓപ്പൺ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് ആക്ച്വലി എന്ത്, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇൻ ദ കേസ് ഓഫ് ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അതിനുശേഷം എങ്ങനെയായിരിക്കും, പ്രൈസ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആ ഒരു ലൈൻ ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം റീട്രേസ്മെന്റ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് അഗെയിൻ നമ്മളുടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിലേക്ക് വരുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്കായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്കിവിടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടി. പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മുകളിലേക്ക് പോയി. അഗെയിൻ പ്രൈസ് വന്നിട്ടുള്ളത് എന്താണ്, നമ്മളുടെ ഈ ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കോറിലേറ്റ് ആയി കിടക്കുന്നത് ഏതാണ്, ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ്ലി ഒരു ബ്രേക്കറിൽ കോറിലേറ്റ് ചെയ്താണ് പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി മിറ്റിഗേറ്റ് ചെയ്യുന്നു, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ഇവിടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ബിക്കോസ് ഓഫ് ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ്. കണ്ടോ, ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇവിടെ ദർ ഇസ് എ
ബ്രേക്കർ. ഓക്കെ, ദർ ഈസ് എ ബ്രേക്കർ ഉണ്ട്. ആ ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. നമുക്ക് എഗെയിൻ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കൂടി ബുള്ളി സെനാരിയോയിൽ നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഈ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ എന്താണ്, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ തന്നെ എന്താണ് മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി കൂടി പ്രൈസ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ടു അപ്സൈഡ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി, ഈ താഴെയുള്ള ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ഹിയർ. ഇതാണ് ആ സെൽ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മൈനർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് വരണമെങ്കിൽ എന്താണ്, അറൗണ്ട് പ്രൈസ് എന്ത് ചെയ്യണം, ആക്ച്വലി ഇതിന് മുകളിൽ ബോഡി ക്ലോസ് വെക്കണം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ബോഡി ക്ലോസ് വെക്കണം. ഓക്കെ, ഇപ്പം എന്താണ്, നമുക്കെന്താണ് നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സെൽ സൈഡ് ഡെലിവറി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ റേഞ്ചിനെയാണ് ആക്ച്വലി എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് എങ്ങനെയായിരിക്കും, പ്രൈസ് നമ്മളുടെ ആ ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്കായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പണിനെ നമ്മൾ എന്ത് ചെയ്തിട്ടു, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി തന്നിട്ടുണ്ട്. അതിനുശേഷം അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് തരുന്നത് കൂടി മനസ്സിലാക്കുക, സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നത്. ഇതാണ് ഏർലി കൺഫോർമേഷൻ സ്ട്രക്ചർ ഷിഫ്റ്റിന് കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. അതിനുശേഷം എന്താണ്, അതിനുശേഷവും പ്രൈസ് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്യാം. മിറ്റിഗേറ്റ് ചെയ്താൽ എന്തായിരിക്കും, നമ്മളുടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഏതായിരിക്കും, റൈറ്റ് ഹിയർ. നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് റൈറ്റ് ഹിയർ. എന്താണ്, അതിൻ്റെ മുകളിലായിട്ട് ദർ ഈസ് എ ഇംബാലൻസ് കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണെന്ന് പറഞ്ഞു, റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ നോക്കി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ ബുള്ളിഷ് സെനാരിയോ ആണെങ്കിലും ബെയറിഷ് സെനാരിയോ ആണെങ്കിലും നിങ്ങളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ ഇത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി വെച്ച് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അത് അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല. ഇത് വെച്ച് ട്രേഡ് ചെയ്യണം എന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഓഫ് നിങ്ങൾ മനസ്സിലാക്കുക, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണ് എന്ന് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. ഇത് റിലേറ്റഡ് ചെയ്ത് ഇനി ഓരോ സ്ട്രാറ്റജീസ് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് PDRA ബേസ് തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താണ്, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സും ഇവിടെ ചെയ്യുന്ന ഓരോ സ്ലൈഡ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എ bullish change in the state of delivery occurs when smart money shift the order flow from bearish to bullish. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആവുന്നു, പ്രൊവൈഡിങ് എൻ ഏർലി ഇൻഡിക്കേഷൻ ഓഫ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നതിന് മുന്നേയുള്ള ഒരു ഏർലി ഇൻഡിക്കേഷൻ ആണ് ആക്ച്വലി ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിൽ നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഗ്രാബ് നോക്കണം, സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കണം, സെൽ സൈഡ് ഡെലിവറി ബ്രേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ്ലി ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷനും കൂടി വേണം. ദിസ് ഷിഫ്റ്റ് സിഗ്നലിംഗ് എ ബുള്ളിഷ് മാർക്കറ്റ് ട്രാൻസിഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അലൈനിങ് വിത്ത് സ്മാർട്ട് മണി മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ, ഇതുപോലെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഏരിയ വരച്ച് വെച്ചിട്ട് ഏതെങ്കിലും PDRS കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം എന്താണ്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. അപ്പം നമ്മളെന്താണ് ബുള്ളിഷ് സെനാരിയോ പറഞ്ഞ്, ഇനി എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബെയറിഷ് സെനാരിയോയിൽ ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കൂടി മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ബൈ സൈഡ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി നമ്മൾ സെൽ സൈഡ് പറയുന്നത്.
അതായത് ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി നമ്മൾ ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് പ്രൈസ് താഴേക്ക് തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രൈസ് ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ ബ്രേക്ക് ചെയ്ത്, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ഹയർ ടൈം ഫ്രെയിം ലെവൽ ബ്രേക്ക് ചെയ്തും കൊണ്ട് അത് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട്, അതില്ലെങ്കിൽ അവിടെ ആ ഒരു ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ആ ഹൈ ലെവൽ ലിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പ്രൈസ് മുകളിലേക്ക് ടേക്ക് ഔട്ട് ചെയ്ത ഒരു ബൈ സൈഡ് ഡെലിവറി, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവല് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് പ്രൈസ് എടുത്ത ഈ ഒരു ഏരിയ കണ്ടല്ലോ നിങ്ങൾ, ഇതിനെയാണ് നമ്മൾ ബൈ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെ എന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആക്ച്വലി എന്താണ് ആ ഒരു ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പണിയാണ്. നമുക്ക് എന്താണ് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന ആ ഒരു സീരീസ് ഓഫ് ക്യാൻഡിൽസ് ആയിട്ടുള്ള സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പണിംഗ് ആണെങ്കിൽ, ഇവിടെ നമുക്ക് ബെയറിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് നമുക്ക് മുകളിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ, അതായത് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു ക്യാൻഡിൽ സീരീസിൻ്റെ ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പണാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു താഴേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നു. ഓക്കെ, ആ സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ബ്രേക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിൽ ആ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തത് ആക്ച്വലി എന്താണ് ഈ ഒരു ബൈ സൈഡ് ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൈ സൈഡ് ഡെലിവറീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രീനിഷ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബൈ സൈഡ് ഡെലിവറി. ആ ബൈ സൈഡ് ഡെലിവറിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ ഏരിയ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഹൈ ലോ ഹയർ ഹൈ, ഹയർ ലോ ഹയർ ഹൈ, ഹയർ ലോ. ഓക്കെ, ഹയർ ഹൈ ഫോർമേഷനാണ്. ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഹൈസിനെയും പ്രൈസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്നു. ലോസ് എപ്പോഴും എന്തായിരിക്കും, ലോസ് എപ്പോഴും മാർക്കറ്റിൽ സ്ട്രോങ് ആയിരിക്കും, പ്രൊട്ടക്റ്റ് കൂടിയായിരിക്കും. പ്രൈസ് ആ ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് എന്നാണ് പറഞ്ഞത്. ആ ഇമ്പൾസീവ് മൂവിൽ ആക്ച്വലി പി ഡി ആർ ക്രിയേറ്റ് ചെയ്യുന്നു, കറക്റ്റീവ് മൂവിൽ അത് ക്ലിയർ ചെയ്യുന്നു, ഇമ്പൾസീവ് മൂവിൽ ക്രിയേറ്റ് ചെയ്യുന്നു പി ഡി ആർ, കറക്റ്റീവ് മൂവിൽ ആ പി ഡി ആർ എസ് റീബാലൻസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് പ്രൈസിൻ്റെ മൂവ് എന്ന് പറയുന്നത്. പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു. പ്രൈസ് അതിനുശേഷം സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് രണ്ട് തരത്തിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നെന്താണ് മുകളിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, താഴെയും സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം വന്നിട്ടുള്ള ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ എന്താണ് മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ താഴത്തെ സ്ട്രക്ചർ ഷിഫ്റ്റിനെ നമ്മൾ മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണെന്നാണ് വിളിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറീസ് എപ്പോഴും എങ്ങനെയാണ്, നമുക്ക് ആ ഒരു മൈനോ സ്ട്രക്ചർ ഷിഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് എന്താണ് ആ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ബൈ സൈഡ് ഡെലിവറി ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പൺ ആണ് നമ്മളുടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള AMD ആയിട്ട് കൂടി നമുക്കിത് ടച്ച് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബെയറിഷ് AMD അല്ലെങ്കിൽ ബെയറിഷ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ പ്രൈസ് ആദ്യം തന്നെ ഒരു അക്യുമുലേഷൻ, അതിനുശേഷം മുകളിൽ അക്യുമുലേഷൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു മാനിപ്പുലേഷൻ, അതിനുശേഷം താഴേക്ക് അക്യുമുലേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസും മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ ഒരു ബെയറിഷ് സെനാരിയോയിൽ നമുക്ക് ആ ബൈ സൈഡ് ഡെലിവറി ഉണ്ടല്ലോ, ബൈ സൈഡ് ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ ആ ഒരു ഓപ്പൺ റേഞ്ചിനെയാണ് നമ്മളെന്താണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇൻ ദ കേസ് ഓഫ് ബെയറിഷ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, അത് ഓവർലാപ്പിംഗ് ടു FEG ആവാം, ഈവൻ ബ്രേക്കർ ബ്ലോക്ക് കൂടി ആവാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് എന്താണ് ദർ ഈസ് എ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, പ്രൈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു
ഡൗൺ താഴേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്കെന്താണ് ഇവിടെ ദർ ഈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് എഗെയിൻ നമുക്ക് ഈ ഒരു സ്വിങ് ലോ, ഓക്കെ, അല്ലെങ്കിൽ മിനിമം ഈ ഒരു സ്വിങ് ലോ എങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്താലാണ് നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു ലോ, ഓക്കെ, ആയിട്ട് ക്യാൻഡിൽ ക്ലോസോടുകൂടി ബ്രേക്ക് ചെയ്താലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്, അതായത് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു ബൈ സൈഡ് കർവ് നോക്ക് നിങ്ങൾ, ബൈ സൈഡ് ഡെലിവറി. ഓക്കെ, നമുക്ക് ഈ ബൈ സൈഡ് ഡെലിവറി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മളുടെ ആ ഒരു ബൈ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ബൈ സൈഡ് ഡെലിവറിയാണ് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇതാണ് നമ്മളുടെ ബൈ സൈഡ് ഡെലിവറി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി റൈറ്റ് നോക്ക് നിങ്ങൾ, ഈ ഒരു 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതായിരിക്കും നമ്മളുടെ എന്ത്, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കൺഫോർമേഷൻ വേണോ? ഇല്ല. ആക്ച്വലി എങ്ങനെയായിരിക്കും, പ്രൈസ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി മിറ്റിഗേറ്റ് ചെയ്തു, അതിനുശേഷം എന്താണ് പ്രൈസ് സ്ട്രക്ചർ ഷിഫ്റ്റ്, പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്ക് നിങ്ങൾ, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുന്നേ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷനാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ച് ട്രേഡ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. ജെന്യുവൻലി ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് ഏരിയാസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പണിനെയാണ് നമ്മൾ എന്താണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആക്കുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് ദർ ഇസ് എ എഫ് ഇ ജിയുടെ ഉള്ളിലൂടെ ഓവർലാപ്പ് ചെയ്തു പോകുന്നുണ്ട്. ദരീസ് ഇതെന്താണ് ഈ ഒരു ഏരിയ, നമുക്ക് ഈ ഒരു മാനിപ്പുലേറ്റ് ലെഗിനെ ഒരു ഒ ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റു പല PDRAസിന് കോൺഫ്ലുവൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതായിട്ട്. ഇതിൽ ഏറെക്കുറെ എന്താണ് ട്രേഡ് മാനേജ്മെൻറ്റ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ എൻട്രി എടുക്കുക, ഇതൊന്നും പറയില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പല ടേംസ് യൂസ് ചെയ്യുന്നതിൽ ഒന്നാണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. അതിന് ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സെൽ സൈഡ് ഡെലിവറിയുടെ ഓപ്പണും, ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്ന ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പണുമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ബെയറിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമുക്ക് സ്ലൈഡ്സിലൂ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ എ ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി അക്യൂസ് വെൻ ദ അങ്ങനെ നമ്മൾ ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ എഴുതിയ പോലെ ബെയറിഷ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒക്യൂസ് വെൻ സ്മാർട്ട് മണി ഷിഫ്റ്റ് ദ ഓർഡർ ഫ്ലോ ഫ്രം ബുള്ളിഷ് ടു ബെയറിഷ്, പ്രൊവൈഡിങ് ആൻ ഏർലി ഇൻഡിക്കേഷൻ ഓഫ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇത് ഒരു ഏർലി ഇൻഡിക്കേഷൻ ഓഫ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഇതിലൊക്കെ യൂസ് ഇത് എന്തൊക്കെയാവണം, ലിക്വിഡിറ്റി ഗ്രാബ് നടക്കണം, സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ലിക്വിഡിറ്റി ഗ്രാബ് വന്ന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം, സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. ബൈ സൈഡ് ഡെലിവറിയുടെ ഓപ്പൺ ബ്രേക്ക് ചെയ്യണം. ആ ഓപ്പൺ ആയിരിക്കും നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിട്ട് മാർക്ക് ചെയ്തത്. അതുപോലെ ഇമ്പോർട്ടൻ്റ്ലി ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ കൂടി മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഷിഫ്റ്റ് സിഗ്നലിംഗ് ബെയറിഷ് മാർക്കറ്റ് ട്രാൻസിഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് അലൈനിങ് വിത്ത് സ്മാർട്ട് മണി മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കിയാൽ സിംപ്ലി കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു ചെറിയ സെഷനാണ്, പക്ഷേ അറൗണ്ട് ഒരു 40 to 45 മിനിറ്റ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ഏകദേശമായി കാണും. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് രീതിയിലുണ്ട്, ബുള്ളിഷും ഉണ്ട്, ബെയറിഷും ഉണ്ട്. എന്താണ് ബുള്ളിഷ് എന്ന് പറയുന്നത്, ബുള്ളിഷ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു സെൽ ഡെലിവറി കണ്ടല്ലോ നിങ്ങൾ, ഈ സെൽ സൈഡ് ഡെലിവറി ഇതിൻ്റെ ഓപ്പണിനെയാണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് നമ്മൾ പറയുന്നത് സിംപ്ലി.
അതുപോലെ ബെയറിഷ് സെനാരിയോയിൽ എന്താണ്? ബെയറിഷ് സെനാരിയോ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈ ലിക്വിഡിറ്റീനെ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തല്ലോ. ഇതിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു ബൈ സൈഡ് ഡെലിവറി എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് ഹിയർ. ഇതിൻ്റെ ഓപ്പണിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇൻ ബെയറിഷ് സെനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ചിലപ്പോൾ ഒരു FEGയുടെ ഉള്ളിൽ ഓവർലാപ്പ് ആയിട്ടായിരിക്കാം കാണാം. ചിലപ്പോൾ എന്തായിരിക്കും? ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങൾ എൻട്രി എടുക്കുന്നത് ഏത് PDRAയിലാണോ അത് ആ ഒരു ഏരിയയിൽ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കോൺഫ്ലുവൻസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് ബേസ് ചെയ്തുകൊണ്ട് ആ സ്ട്രാറ്റജി ഉണ്ട് ഈ സ്ട്രാറ്റജി ഉണ്ട് ഒന്നുമല്ല പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വാട്ട് ഈസ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, താങ്ക് യു.